അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, സുന്നത്ത് അഭ്യാസ ബോർഡ് 10ാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത ഫിഖ്ഹുൽ ഇസ്ലാമിയുടെയും വർക്ക് ബുക്കിന്റെയും 4ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. 1 മുതൽ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് കാണാം. എന്താണ് ഹെഡിങ്? അല്ലാഹു മഅത്തി മുൻഫികൻ ഖലഫ. അല്ലാഹുവെ, ദാനം ചെയ്യുന്നവന് പകരം നൽകണേ എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ഒരു ഹദീസിന്റെ ഒരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ ദിവസവും പുലരുമ്പോൾ 2 മലക്കുകൾ ഇറങ്ങി വരും. ഒരു മലക്ക് പറയും, അള്ളാഹുവെ, ദാനം ചെയ്യുന്നതിന് പകരം നൽകണേ. മറ്റു മലക്ക് പറയും, അള്ളാഹുവെ, പിശുക്കന് നാശം നൽകും. ഇതിന്റെ ഒരു ഭാഗമാണ് എന്ത് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പറയുന്ന വിഷയം കടം വാങ്ങിയിട്ട് കൊടുക്കാത്തതിന്റെ ഗൗരവം. അതുപോലെ എന്താണ് കടം, എന്തിനാണ് കടം നൽകുന്നത്, പണയം നിൽക്കാൻ പറ്റോ, പണയം വെക്കാൻ പറ്റോ, ജാമ്യം നിൽക്കാൻ പറ്റോ, സാക്ഷി നിൽക്കാൻ പറ്റോ, അതുപോലെ തന്നെ എന്താണ് സ്വതക്ക, ഹദിയ, അതുപോലെ ഹിബത്ത്, സ്വതക്ക, ഹദിയ, ഇവ തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. ഒരു മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ മയ്യത്തിന് കടബാധ്യതയുണ്ടോ? അതെ, 2 ദീനാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തന്നെ നിസ്കരിക്കൂ. കടമുള്ള മയ്യത്തിന്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നിസ്കരിക്കാറില്ലായിരുന്നു. അപ്പോൾ അബൂ ഖതാദ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കടം ഞാൻ ഏറ്റെടുക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നിസ്കരിച്ചു. കടം അത്രയും ഗൗരവമാണ്. തുല്യമായത് തിരിച്ചു നൽകണമെന്ന നിബന്ധനയിൽ മറ്റൊരാൾക്ക് വല്ലതും നൽകുന്നതാണ് കടം എന്ന് പറയുന്നത്. കടം കൊടുക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് 2 തവണ സംഖ്യ കടം കൊടുത്താൽ ആ സംഖ്യ 1 തവണ ദാനം ചെയ്തത് പോലെയാണ്. ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ എന്നിവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കടം നൽകുന്നത് മൂലം മാർക്കറ്റിനെ സാമ്പത്തികമായി ചലിപ്പിക്കാനും പണത്തിന്റെ ഒഴുക്ക് കാര്യക്ഷമമാക്കാനും അഭിവൃദ്ധിപ്പെടുത്താനും സാധിക്കും. തിരിച്ചടക്കാൻ കഴിയുമെന്ന വ്യക്തമായ ഉറപ്പില്ലാതെ കടം വാങ്ങുന്നത് എന്താണ്? നിഷിദ്ധമാണ്. കടം വാങ്ങിയതിനേക്കാൾ അളവിലോ തൂക്കത്തിലോ കൂടുതലായതോ നല്ലതോ തിരിച്ചു കൊടുക്കുന്നതാണെന്ത്? സുന്നത്ത്. കടം വാങ്ങിയതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുക? തിരിച്ചു കൊടുക്കുക. അത് സുന്നത്താണ്. നിബന്ധന വെച്ചാൽ പറ്റൂല. നിബന്ധന വെച്ചാൽ എന്താവും? പലിശയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മെച്ചമായി കടം വീട്ടുന്നവർ നിങ്ങൾ ഉത്തമന്മാരാണ്. അപ്പൊ കടം വാങ്ങിയവൻ തിരിച്ചടക്കുമ്പോൾ അധികം അടക്കുക, അത് സുന്നത്താണെന്നുള്ളതാണ്. മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ഹദീസ്. കടം വാങ്ങിയവന് സമാനമായ വസ്തുക്കളിൽ അതേ വസ്തുവും അല്ലാത്തവയിൽ അതിന്റെ മൂല്യമുള്ളതും തിരികെ നൽകണം. കടം വീട്ടാതെ മരിച്ചാൽ അതിനുള്ള സംഖ്യ മാറ്റിവെച്ചതിന് ശേഷം മാത്രമേ അനന്തര സ്വത്ത് അവകാശികൾക്കിടെ വീതിക്കാവൂ. അവന്റെ സ്വത്ത് അവകാശം വീതിക്കുന്നത് വേണം. കടം കൊടുക്കാനുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടേ എന്തായാൻ പറ്റുള്ളൂ? വീതിച്ചെടുക്കാൻ പറ്റുള്ളൂ. കടം വീട്ടാൻ കഴിവില്ലാത്തവനോട് ചോദിച്ച് വിഷമിപ്പിക്കാതെ അവധി നീട്ടിക്കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കടം തിരിച്ചടക്കാൻ ബുദ്ധിമുട്ടുള്ളവൻ കടത്തിന്റെ തീയതി വരുന്നതിന് മുമ്പ് അവധി നീട്ടി നൽകിയാൽ എന്താ പ്രതിഫലം? ഓരോ ദിവസവും ഒരു ദാനത്തിന്റെ പ്രതിഫലം ലഭിക്കും. കടത്തിന്റെ തീയതി കഴിഞ്ഞിട്ടും അവൻ കൂടുതൽ സമയം നൽകിയാലോ ഓരോ ദിവസവും അതിന്റെ ഇരട്ടി പ്രതിഫലം നൽകും. ഇബ്നു മാജ റളിയല്ലാഹു റിപ്പോർട്ട് ഹദീസാണ്. അപ്പൊ കടം കൊടുത്തിട്ട് ഡേറ്റ് ആയാലും എന്ത് ചെയ്യുക? അവധി നീട്ടി നൽകുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ളതാണ്. കടത്തിന് പ്രമാണമായി പണയം, ജാമ്യം, സാക്ഷി എന്നിവ നൽകാം. എന്തിനാ അത് കൊടുക്കുന്നത്? നിഷേധിച്ച് കളയാതിരിക്കാൻ വേണ്ടിയാണ് സാക്ഷി. പാപ്പരായി പോയാൽ കൊടുത്തവന് തന്റെ ധനം തിരിച്ചു കിട്ടണമെന്ന ഉറപ്പിനും മനസ്സമാധാനത്തിനും വേണ്ടിയുള്ളതാണ് ജാമ്യവും പണയവും. പണയം അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പടയങ്കി ഒരു ജൂതന്റെ അടുക്കൽ പണയം വെച്ച് ഭക്ഷ്യസാധനം വാങ്ങിയിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ്. പണയം സ്വീകരിച്ച ആൾക്ക് പണയ സാധനത്തെ ഉപയോഗിക്കുവാനോ അതിന്റെ വരുമാനം എടുക്കാനോ പാടില്ല എന്നുള്ളതാണ്. അത് കാരണം എന്താ? അത് പലിശയാകും. പണയ വസ്തുവിന്റെ എല്ലാ ഉപകാരവും പണയം നൽകിയവന് തന്നെയാണ്. അതിന്റെ എല്ലാ ചെലവുകളും അവൻ തന്നെ വഹിക്കുകയും വേണം. ആര്? കടം വാങ്ങിയവൻ, അഥവാ പണയം വെച്ച ആള്. കടത്തിന്റെ അവധി കഴിഞ്ഞാൽ പണയം വാങ്ങിയവന്റെ സമ്മതത്തോടെ വസ്തുവിന്റെ ഉടമക്ക് പണയ വസ്തു വിൽക്കാവുന്നതാണ്. വിറ്റ് കഴിഞ്ഞാൽ പണയക്കാരന്റെ കടം വീട്ടിയ ശേഷമേ മറ്റു കടക്കാർക്ക് അവകാശമുണ്ടായിരിക്കുകയുള്ളൂ. ഇനി കടം നൽകിയവനാണ് പണയ വസ്തു വിൽക്കാൻ ആവശ്യപ്പെട്ടതെങ്കിൽ ഉടമ അത് സമ്മതിക്കേണ്ടതുമാണ്. ഇനി 3ാമത്തെ പാർട്ട് നോക്കൂ. ജാമ്യം നിൽക്കൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് 10 ദീനാറിന് വേണ്ടി ജാമ്യം നിൽക്കുന്നു. ഹാക്കിം റളിയല്ലാഹു റിപ്പോർട്ട് ഹദീസ്. കടം വാങ്ങിയവന് തിരിച്ചു കൊടുക്കാൻ പറ്റാതാവുന്ന സമയം ജാമ്യം നിന്നവൻ അത് ഏറ്റെടുത്ത് പണയ വസ്തുവിനെ പോലെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുവിനെയും
സെക്യൂരിറ്റിയായി വാങ്ങുന്ന പണത്തെയും അത് ഏറ്റെടുത്തവൻ ഉപയോഗിക്കുവാനോ അതിന്റെ വരുമാനിക്കുവാനോ പാടില്ല. സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് സ്വീകരിക്കൽ എന്ന വിധി സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്നെ വിശ്വസിച്ചവൻ വിശ്വസിച്ചേൽപ്പിച്ച് തിരിച്ചു നൽകുക, നിന്നെ വഞ്ചിച്ചവനെ വഞ്ചിക്കരുത്. തിർമുദി, ഹാക്കിം റളിയല്ലാഹു അൻഹു. ഏൽപ്പിക്കപ്പെട്ടവൻ അശ്രദ്ധയോ വീഴ്ചയോ കാരണം നാശം വന്നാൽ അവൻ ഉത്തരവാദിയാകും. നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. 4-ാമത്തെ പാർട്ട്, കടം കൊടുക്കുന്നത് പോലെ മാർക്കറ്റിനെ ചലിപ്പിക്കുന്നവയാണ് സ്വതക്കയും ഹദിയയും. ആവശ്യക്കാരുടെ കൈകളിൽ പണമുണ്ടാകുമ്പോൾ വിൽപ്പന വാങ്ങൽ നടക്കുകയും വിപണി സജീവമാവുകയും ചെയ്യും. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കയും ഹദിയയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓരോ ദിവസവും പുലരുമ്പോൾ 2 മലക്കുകൾ ഇറങ്ങി വരും. ഒരു മലക്ക് പറയും, അള്ളാഹുവേ, ദാനം ചെയ്യുന്നവന് പകരം നൽകണേ. മറ്റു മലക്ക് പറയും, അള്ളാഹുവേ, പിശുക്കന് നാശം നൽകണമേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഒരു വ്യക്തി തന്റെ ജീവിതകാലത്ത് മറ്റൊരാൾക്ക് എന്തെങ്കിലും സൗജന്യമായി നൽകുന്നതാണ് ദാനം അഥവാ ഹിബത്ത് എന്ന് പറയുന്നത്. അത് ആദരവോടെ നൽകിയാൽ ഹദിയാകും. ആവശ്യമുള്ളവന് നൽകിയാലോ പരലോക പ്രതിഫലം ലക്ഷ്യമിട്ട് നൽകിയാലോ സ്വതക്കയുമാണ്. ഇവയെല്ലാം സുന്നത്താണ്. സ്വതക്കയാണ് ഏറ്റവും ഉത്തമം. കുടുംബക്കാർക്കും അയൽവാസികൾക്കും സ്വതക്ക നൽകുന്നതാണ് ഏറ്റവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാവപ്പെട്ടുള്ള ദാനം സ്വതക്കയാണ്. കുടുംബക്കാർക്ക് നൽകുന്നത് സ്വതക്കയും കുടുംബബന്ധം ചേർക്കലുമാണ്. ഹിബത്ത് പൂർത്തിയാകണമെങ്കിൽ നൽകപ്പെടുന്നവൻ അത് സ്വീകരിക്കണം. നൽകുന്നവനോ സ്വീകരിക്കുന്നവൻ മരിച്ചാൽ അവരവകാശി അവരുടെ സ്ഥാനത്തിന് സ്വീകരിക്കുകയോ നൽകുകയോ ചെയ്യണം. നൽകി തിരിച്ചു വാങ്ങുന്നത് ഹറാമാണ്. എന്നാൽ മക്കൾക്ക് നൽകി തിരിച്ചെടുക്കാം എന്ന്. പക്ഷെ അത് വിറ്റഴിക്കപ്പെടുകയോ പണയം വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാം. മക്കൾക്കും മാതാപിതാക്കൾക്കും ദാനം നൽകുമ്പോൾ തുല്യത പാലിക്കും. ഏറ്റ വ്യത്യാസം കാണിക്കൽ എന്താണ്? കറാഹത്താണ്. പ്രത്യേക മഹത്വമോ ആവശ്യമോ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഏറ്റ വ്യത്യാസം കാണിക്കാവുന്നതാണ്. ദാനം നൽകുന്നവ നിർദ്ദേശിച്ച പ്രകാരം ദാനത്തുക വിനിയോഗം. ഈ നമുക്ക് വർക്കൊന്ന് വായിക്കാം. 1-ാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഉത്തരത്തിന് തയ്യാർ. 1. ഒരു സംഖ്യ എത്ര തവണ കടം കൊടുത്താലാണ് ദാനം ചെയ്ത കൂലി കിട്ടുക? 1 തവണ, 2 തവണ, 3 തവണ. ഇതുത്തരം 2 തവണ. 2-ാമത്തെ ചോദ്യം, പണത്തിന്റെ ഒഴുക്ക് കാര്യക്ഷമമാക്കാൻ സഹായിക്കും പലിശ വാങ്ങല്, കടം കൊടുക്കല്, കച്ചവടം. 3-ാമത്തത്, പണയ സാധനം സ്വീകരിച്ചവൻ അതിന്റെ വരുമാനമെടുക്കൽ. ഹലാല്, പലിശ സുന്നത്ത്. എന്താണത്? പലിശയാണ്. 4-ാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് വേണ്ടി ജാമ്യം നിന്നിട്ടുണ്ട്. 100 ദീനാറിന്, 50 ദീനാറിന്, 10 ദീനാർ. ഉത്തരേതാണ്? 10 ദീനാറിന്. 5, പരലോക പ്രതിഫല ലക്ഷ്യം വെച്ച് ഒരാൾക്ക് വല്ലതും സൗജന്യമായി നൽകൽ. കടം, ഹിബാത്ത്, സ്വതക്ക. ഉത്തരേതാണ്? സ്വതക്കയാണ്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി, നുജീബ് കലിമത്തിന്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ചോദ്യം 1, മക്കൾക്ക് ദാനം ചെയ്യുമ്പോൾ പാലിക്കണം എന്ത്? തുല്യത പാലിക്കണം. ചോദ്യം 2, തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് വ്യക്തമായി ഉറപ്പില്ലാത്തവൻ കടം വാങ്ങൽ നിഷിദ്ധമാണ്. 3, ഒരാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ സ്വീകരിക്കൽ സുന്നത്താണ്. ചോദ്യം 4, ഒരാൾക്ക് വല്ലതും ആദരവോടെ നൽകുന്നത് ഹദിയ. തേർഡ് ആക്ടി നോക്കൂ. തഖ്സീസ് 1, ഈ പാഠത്തിൽ നിന്ന് 6 ചോദ്യങ്ങൾ അവയുടെ ഉത്തരങ്ങൾ എഴുതാം. ചോദ്യം ഉണ്ടാക്കി ഉത്തരം എഴുതാനാണ്. ചോദ്യം 1, കടം എന്നാൽ എന്ത്? തുല്യമായത് തിരിച്ചു നൽകണമെന്ന നിബന്ധനയിൽ മറ്റൊരാൾക്ക് വല്ലതും നൽകുന്നതാണ്. 2-ാമത്തെ ചോദ്യം, കടം കൊടുക്കുന്നതിന് വിധി എന്ത്? ഉത്തരം സുന്നത്ത്. ചോദ്യം 3, ജാമ്യം നിൽക്കുന്നതിന് വിധി എന്ത്? ഉത്തരം അനുവദനീയം. ചോദ്യം 4, ഹിബത്ത് എന്നാൽ എന്ത്? ഉത്തരം ഒരു വ്യക്തി തന്റെ ജീവിതകാലത്ത് മറ്റൊരാൾക്ക് എന്തെങ്കിലും സൗജന്യമായി നൽകുന്നതാണ്. ചോദ്യം 5, ഹദിയ എന്നാൽ എന്ത്? ഉത്തരം അത് ആദരവോടെ നൽകുന്നതിനാണ്. ചോദ്യം 6, സ്വതക്ക എന്നാൽ എന്ത്? ആവശ്യമുള്ളവന് നൽകിയാലോ പരലോക പ്രതിഫലം ലക്ഷ്യമിട്ട് നൽകിയാലോ സ്വതക്കയാണ്. ഇനി 2-ാമത്തെ വർക്ക് നോക്കൂ. കടം വാങ്ങൽ കൊടുക്കൽ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കാം. നമുക്ക് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗം ചെയ്യാൻ കൊടുക്കാം. ഒരു മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ മയ്യത്തിന് കടബാധ്യതയുണ്ടോ? അതെ, 2 ദീനാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തന്നെ നിസ്കരിക്കൂ. കടമുള്ള മയ്യത്തിന്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നിസ്കരിക്കാറില്ലായിരുന്നു. അബൂ ഖത്താദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കടം ഞാൻ ഏറ്റെടുക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുല്യമായത് തിരിച്ചു നൽകണമെന്ന നിബന്ധനയിൽ
മറ്റൊരാൾക്ക് വല്ലതും നൽകുന്നതാണ്. കടം കൊടുക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് 2 തവണ ഒരു സംഖ്യ കടം കൊടുത്താൽ ആ സംഖ്യ ഒരു തവണ ദാനം ചെയ്തതുപോലെയാണ്. ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു. കടം നൽകുന്നത് മൂലം മാർക്കറ്റിനെ സാമ്പത്തികമായി ചലിപ്പിക്കാനും പണത്തിന്റെ ഒഴുക്ക് കാര്യക്ഷമമാക്കാനും അഭിവൃദ്ധിപ്പെടുത്താനും സാധിക്കും. തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് വ്യക്തമായ ഉറപ്പില്ലാതെ കടം വാങ്ങുന്നത് നിഷിദ്ധമാണ്. കടം വാങ്ങിയതിനേക്കാൾ അളവിലോ തൂക്കത്തിലോ കൂടുതലായതോ നല്ലതോ തിരിച്ചു കൊടുക്കുന്ന സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മെച്ചമായി കടം വീട്ടുന്നവർ നിങ്ങൾ ഉത്തമന്മാരാണ്. കടം വാങ്ങിയവൻ സമാനമായ വസ്തുക്കൾ അതേ വസ്തുവും അല്ലാത്തവയിൽ അതിന്റെ മൂലയുള്ളതും അല്ലാത്തവയിൽ അതിന്റെ മൂല്യത്തിലുള്ളതും തിരികെ നൽകണം. കടം വീട്ടാതെ മരിച്ചാൽ അതിനുള്ള സംഖ്യ മാറ്റിവെച്ചതിന് ശേഷം മാത്രമേ അനന്തര സ്വത്തവകാശികൾക്കിടയിൽ വീതിക്കാവൂ. കടം വീട്ടാൻ കഴിവില്ലാത്തവനോട് ചോദിച്ച് വിഷമിപ്പിക്കാതെ അവധി നീട്ടിക്കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കടം തിരിച്ചടക്കാൻ ബുദ്ധിമുട്ടുള്ളവൻ കടത്തിന്റെ തീരുന്നതിന് മുമ്പ് അവധി നീട്ടി നൽകിയാൽ ഓരോ ദിവസവും ഒരു ദാനത്തിന്റെ പ്രതിഫലം ലഭിക്കും. കടത്തിന്റെ തീയതി കഴിഞ്ഞിട്ടും അവന് കൂടുതൽ സമയം നൽകിയാൽ ഓരോ ദിവസവും അതിന്റെ ഇരട്ടി പ്രതിഫലം ലഭിക്കും. ഇതാണ് ഇതിനെക്കുറിച്ച് എഴുതാനുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.